പേട്രിയോട്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മൂവിയാണ് പേട്രിയോട്ട്. ഈ സിനിമയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കണ്ടന്റ് വൈസും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ എന്നെ നിരാശപ്പെടുത്തിയ ഘടകങ്ങൾ ഉള്ള, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എന്നെ നിരാശപ്പെടുത്തിയ സീനുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിനിമയും കൂടിയാണ്. പക്ഷേ സിനിമ മൊത്തമായിട്ട് കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സിനിമേനെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവിയും കൂടിയാണ്. ഞാനത് പ്രത്യേകം പറയുന്നു, ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ മാത്രമാണ് എന്നെ അത് തൃപ്തിപ്പെടുത്താതെ, ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ കൂടുതലും ചർച്ചയുണ്ട്. ഇപ്പൊ എന്താണ് ഇതിലെ നായകൻ ആരാണ്? ലാലേട്ടൻ വരുമ്പോ, മമ്മൂക്ക വരുമ്പോ തിയേറ്റർ കത്തിക്കുമോ, പൂരപ്പറമ്പാകുമോ, തിയേറ്റർ ഇളക്കി മറിക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സിനിമയെ സമീപിക്കുമ്പോൾ ഒരു മാസ സിനിമയെ മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി ഇവരെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഒരു മാസ സിനിമ പ്രതീക്ഷിച്ച് ഒരിക്കലും പോകരുത്. ഇതൊരു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. അത് അദ്ദേഹത്തിന്റെ സിനിമകൾ നമുക്കറിയാം. അദ്ദേഹം സിനിമയെ സമീപിക്കുന്ന ആ രീതിയിലുള്ള കണ്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ മെയിൻ. കണ്ടന്റിന് അനുസരിച്ച് അദ്ദേഹം തിരക്കഥകൾ തയ്യാറാക്കുന്നു, അതിനനുസരിച്ചുള്ള നടന്മാരെ ചൂസ് ചെയ്യുന്നു. എന്ന് വെച്ച് ഇപ്പം വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടൻ വന്നു എന്നാൽ കുറച്ച് മാസ് കൊടുത്തേക്കാം, അങ്ങനെ ഒരു സംഭവമില്ല. ആ കഥാപാത്രം എങ്ങനെയുള്ളതാണോ, ആ കഥാപാത്രത്തിന് എന്താണോ വേണ്ടത് അതേ കൊടുത്തിട്ടുള്ളൂ. നടനും ആയിട്ട് പ്രത്യേകതയായിട്ട് ഒന്നും ഇടാനും പറ്റില്ല, ഇദ്ദേഹം പറയുന്ന പോലെ കുറയ്ക്കാനും പറ്റില്ല, കൂട്ടാനും പറ്റാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടന്റ് ക്ലാസ് ആണ്. ഇതിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്ത എല്ലാ നടന്മാരും അത്ര ഡെപ്തുള്ള ക്യാരക്ടറാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള താരങ്ങളെല്ലാം ഈ സിനിമയിൽ വന്നത്. ഈ സിനിമ കഴിഞ്ഞ് നമുക്ക് തോന്നും, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ലാലേട്ടനെയാണ്. അദ്ദേഹം ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ വന്ന് ചെയ്തത്, കാരണം ഡെപ്ത് ഇല്ലാത്തതെന്നല്ല, നല്ല ഡെപ്ത് ഉള്ള കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അറിയാം, ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹം ഈ സമയത്ത് തയ്യാറായതിന് വലിയൊരു കയ്യടിയാണ്. നല്ലൊരു സിനിമ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാവണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകം കയ്യടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ മഹേഷ് നാരായണൻ സംവിധാനത്തോട് നമുക്ക് പോവാം. അദ്ദേഹത്തിന്റെ ഇതിന്റെ കണ്ടന്റ് അദ്ദേഹത്തിന് കിട്ടിയത്, അദ്ദേഹം അടിപൊളിയായിട്ട് അത് വിഷ്വൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ, കാരണം കുറെ ഇഴച്ചിലുണ്ട്, കാരണം സ്പീഡ് കുറവുള്ള രീതിയിൽ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു വലിച്ചിലുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു. എന്നാലും സിനിമയിൽ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, കാരണം നമുക്ക് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അത് കുറച്ചും കൂടെ ഒരു സ്പീഡ് ആക്കുമായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. പക്ഷെ ഒരു സംവിധായകന്റെ ഇതാണല്ലോ, അപ്പൊ ആ രീതിയിൽ കാണുക എന്ന് തന്നെ നമുക്കുള്ളൂ. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഒക്കെ അടിപൊളി. അതുപോലെ ക്യാമറയൊക്കെ എവിടെയാണ് കൊണ്ടുപോയി ക്യാമറ വെച്ചത് എന്നുള്ളത് നമുക്ക് ഫീൽ ആവും. പല സ്ഥലങ്ങളിൽ ഒക്കെ ക്യാമറ ഒരേ സമയം വെച്ച പോലും. അത് മാത്രമല്ല, ഒരു ചെറിയ ഗുഡിസ് റൂമിലും ഒക്കെ എവിടെയാണ് ക്യാമറ വെച്ചതെന്നുള്ള രീതിയിലാണ്. കാരണം ഒന്നും പറയാനില്ല കേട്ടോ, ക്യാമറയൊക്കെ അത്ര അടിപൊളിയായിട്ട് വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഈ എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കളറിങ്, ലൈറ്റിങ്, എല്ലാം അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു മാസ് സിനിമ. ഒരു ഹോളിവുഡ് ലെവലിലാണ് ഇവർ സിനിമയെ സമീപിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ തുച്ഛമായ മുതൽ മുടക്കിലാണ് വലിയ രീതിയിൽ വിഷ്വലിൽ നല്ല അടിപൊളിയായിട്ടാണ് വിഷ്വലൊക്കെ എടുത്തേക്കുന്നത്. ആകാശത്തിലൂടെ ഒക്കെ പോകൊക്കെ കാണാമായിരുന്നു ഫഹദ് ഫാസിലിന്റെ. അതൊക്കെ സീനൊക്കെ അടിപൊളി സീനുകളാണ്. അതേപോലെ തന്നെ നമുക്ക് ചേസിങ് ഉണ്ടായിരുന്നു, ഫൈറ്റ്, ആ സീനൊക്കെ എടുത്തു വെച്ച് വലിയ മാസ് ഫൈറ്റ് ഒന്നും അല്ല. ഫൈറ്റ് ഒക്കെ ഉള്ളതൊക്കെ നല്ല കിടിലൻ ഫൈറ്റ്, ആ കഥാപാത്രത്തിനനുസരിച്ചുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്നാ വെച്ചാൽ നമ്മുടെ സുശീൽ ശ്യാമിന്റെ മ്യൂസിക്കും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ആർട്ട്, ഇത് സെറ്റ് ഒക്കെ ഇട്ടതാണെന്ന്, പല സ്ഥലങ്ങളിലും സെറ്റ് ഇട്ടതാണെന്നാണ് കുഞ്ചാക്കോവനൊക്കെ പറഞ്ഞത്. ആ സെറ്റ് ഇട്ടാൽ നമുക്ക് തോന്നുകയില്ല, കാരണം ആ രീതിയിലാണ് അവർ ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. ആർട്ടൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കയ്യടി കൊടുക്കേണ്ട ആർട്ട് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തെ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ നായകൻ നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. ഫുൾ സിനിമ കൊണ്ടുപോകുന്നതും തുടക്കം മുതൽ അവസാനം വരെയുള്ള കഥാപാത്രം മമ്മൂക്കയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കഥാപാത്രത്തിന് പ്രത്യേകത വെച്ചാൽ നല്ല ഡെപ്തുള്ള കഥാപാത്രമാണ്. നമ്മൾ വലിയൊരു മാസം ഒന്നുമല്ല, ഒരു പ്രായമായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്നത്.
ഒരു പ്രത്യേക രീതിയിൽ പിന്നെ ഒരു യൂട്യൂബറും കൂടെ ആയി വരുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രത്തെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ലോൺ ആപ്പ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള ഇതിൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ, സാധാരണക്കാരെ കുഴിയിൽ ചാടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മമ്മൂക്കയുടെ കഥാപാത്രത്തെ ഒരു ആ രീതിയിൽ ഡയലോഗുകൾ, വലിയ മാസ് ഡയലോഗുകളോ ഒന്നുമല്ല എടുത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ കഥാപാത്രത്തിന് വേണ്ട എന്താണോ അത് മാത്രമേ സംവിധായകൻ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. കയ്യിൽ നിന്ന് നടന്മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഫസ്റ്റ് ഹാഫ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയിലോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞാൽ പുള്ളി വന്നു കഴിഞ്ഞ് നമ്മൾ ഭയങ്കര തകർക്കുമെന്ന്, പക്ഷെ പുള്ളിനെ കാണിക്കുമ്പോൾ തിയേറ്റർ ഇളകി മറിയുന്നുണ്ട്. പക്ഷെ അതൊരു മാസ് സീനായതുകൊണ്ടൊന്നല്ല, അത് പുള്ളിനെ കാണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന് വന്നതിന് ശേഷം പുള്ളിയുടെ പ്രകടനം, ഒരു കഥാപാത്രം പുള്ളിക്ക് വേണ്ടി ഒരു കഥാപാത്രത്തെ ആക്കി വെച്ചിട്ടുണ്ട്. ആ കഥാപാത്രത്തെ പുള്ളി നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു മാസ് ഇല്ലാത്തതിന്റെ ആണോ അതോ ചെറിയൊരു വിഷമം ആ കഥാപാത്രം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ് നമുക്ക് തിയേറ്ററിൽ മറ്റുള്ള കാണാത്തവർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അടിപൊളി കഥാപാത്രം എന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തെ ചെയ്യാൻ ലാലേട്ടന് തന്നെ വേണം. കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നായകര കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുമ്പോൾ അത് തൊട്ടടുത്ത് നിൽക്കുന്ന കഥാപാത്രമാകുമ്പം ഇത് ലാലേട്ടനെ കൊണ്ട് തന്നെ അങ്ങനെ മാത്രമേ ആ കഥാപാത്രം പൂർണ്ണതയിൽ എത്തുള്ളൂ. പിന്നെ കുഞ്ചാക്കോ ബോബൻ, അദ്ദേഹത്തിന്റെ ചില മാനറിസങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ എന്താ പറയുക പ്രണയരംഗങ്ങളിലുള്ള സീനുകളാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ഉദയം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലും നല്ല കഥാപാത്രത്തെ, നായക കഥാപാത്രമാണോ എന്നല്ല, ഒരു സിനിമയില് നടന്മാരൊക്കെ ഒരു നായകൻ ഒരു നായിക ഉണ്ടാവും. ഈ സിനിമയിൽ നായിക ഇല്ലതാനും. അപ്പൊ മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ അത്ര ഡെപ്തുള്ള കഥാപാത്രങ്ങളായതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഫഹദ് ഫാസിൽ വില്ലൻ കഥാപാത്രമാണ്, നമുക്കെല്ലാം അറിയാം. ഫഹദ് ഫാസിൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നയൻതാര നമുക്കറിയാം, ഒരു 3-4 സീനിലേ ഉള്ളൂ. പക്ഷെ ആ സിനിമയിലെ ആ ഡെപ്ത് അത്ര ഡെപ്തുള്ള കഥാപാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നയൻതാരയെ പോലെ ഒരാൾ ആ സിനിമയിൽ കൈവെക്കാൻ കാരണം. അപ്പൊ നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. രേവതി, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് രേവതിയൊക്കെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ ഒരു 3 മണിക്കൂർ വെച്ചുകൊണ്ട് എല്ലാത്തരം ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ മമ്മൂക്കയുടെ ഫാൻ ബോയ് ആണെങ്കിൽ പോലും ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇതൊരു കണ്ടന്റ് ബേസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ക്ലാസ് മൂവിയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ പോയിരുന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.